കരൂർ ദുരന്തത്തിൽ നടൻ വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 5 മണിക്കൂറാണ് ഇന്ന് വിജയെ ചോദ്യം ചെയ്തത്. ഫെബ്രുവരി 2ാമത്തെ ആഴ്ചയുടെ കേസിൽ CBI കുറ്റപത്രം സമർപ്പിക്കും. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. വിജയെ കേസിൽ പ്രതി ചേർക്കാൻ തന്നെയായിരിക്കുമോ CBIയുടെ തീരുമാനം? തീർച്ചയായിട്ടും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 10,000 പേർ പങ്കെടുക്കേണ്ട പാർട്ടി പരിപാടിയിൽ 30,000 പേർ വന്നു. അത് മുൻകൂട്ടി പോലീസിനെ അറിയിച്ചില്ല. അത്തരത്തിൽ വലിയ തോതിൽ വലിയ പ്രശ്നസങ്കീർണമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ തെക്കും തിരക്കും ഉണ്ടായ സമയത്തിൽ തന്നെ വിജയ് അവിടെ നിന്ന് പോകണമായിരുന്നു. പക്ഷെ വീണ്ടും അദ്ദേഹം പ്രസംഗം തുടർന്നു. അത്തരത്തിൽ വിജയ്ക്കെതിരായിട്ടുള്ള ചില മൊഴികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ ആയുധ പോലീസ് DGP ആയിരുന്ന റോബിൻസൺ ദേവാൻസറാണ് അത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ വിജയോടൊപ്പം അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. ഈ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിജയ്ക്കെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സംഭവവുമായി ബന്ധപ്പെട്ട് വിജയ്ക്കെതിരെ വലിയ തോതിൽ രാഷ്ട്രീയ വിവാദമാകാൻ പോകുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും CBIയുടെ നടപടി ഏറ്റവും നിർണായകമാണ്. നമുക്കറിയാം, ഇനിയിപ്പോൾ 2 മാസം മാത്രമാണ് തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അവശേഷിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരു രാഷ്ട്രീയ നീക്കം BJPക്കെതിരെ, പ്രത്യേകിച്ച് വിജയ്ക്കെതിരെ TVKക്കെതിരെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും വിജയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് ചുമത്താൻ തന്നെയാണ് സാധ്യത. അടുത്ത മാസം ഫെബ്രുവരി മാസം 2ാമത്തെ ആഴ്ചയായിരിക്കും CBI കുറ്റപത്രം സമർപ്പിക്കുക. എന്തായാലും ഇപ്പോൾ 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. 2ാം വട്ടമാണ് വിജയ് ഇപ്പോൾ CBI ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. വീണ്ടും വിജയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് TVKയുടെ വിവിധ നേതാക്കളുമായിട്ട് വീണ്ടും മൊഴിയെടുക്കാൻ വേണ്ടി ഉണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ വിജയെ വീണ്ടും വിളിപ്പിച്ചേക്കാം. എന്തായാലും ഇവരുടെയൊക്കെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആരാണ് ഈ പരിപാടിക്ക് ആസൂത്രണം ചെയ്തത്, ഇതിന്റെ പൂർണ്ണ ചുമതല ആരായിരുന്നു എന്നുള്ള കാര്യത്തിലടക്കം കൃത്യമായിട്ടുള്ള വിശദീകരണം CBI തേടിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം ഇന്നിപ്പോൾ വിജയുടെ ചോദ്യം ചെയ്യലിലൂടെ അല്ലെങ്കിൽ മൊഴിയെടുപ്പിലൂടെ CBIക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിജയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുകയാണ്. അല്ല മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, വിശദീകരണങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൊഴിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വിജയെ CBI ആസ്ഥാനത്തേക്ക് വിളിച്ച് മൊഴിയെടുത്തേക്കും.